പുറത്തിറങ്ങിയിട്ട് ആരെ ആദ്യം വിളിക്കും ജാസ്മിനെയും ചോദിച്ചപ്പോൾ അത്തയെ വിളിക്കും, ഉമ്മയെ വിളിക്കും, അഫ്സലിഖാനെ വിളിക്കും എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അങ്ങോട്ട് വിളിച്ചോണ്ട് ചെന്നാൽ മതി. ഇന്നത്തെ ലൈവിൽ കണ്ടത് കൂടി കണ്ടപ്പോൾ അഫ്സലിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാകും. വേറൊന്നുമല്ല, ഗബ്രി ബാത്റൂമിലേക്ക് ഒരു ബ്രഷും കൊണ്ട് പോകുന്നു. ജാസ്മിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നല്ല ഉറക്കച്ചടവുണ്ട്. ഗബ്രി കണ്ടതും ചാടി വീണ് കെട്ടിപ്പിടിക്കുകയാണ്. ആ കെട്ടിപ്പിടുത്തം ഇച്ചിരി പരിധി വിട്ട് പോയി എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. ഒരു മൂലയിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വിടുന്നില്ല. തിരിച്ച് ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നു. പരസ്പരം അങ്ങനെ നിൽക്കുമ്പോഴാണ് യമുന തോർത്തും കൊണ്ട് പോകുന്നത് ബാത്റൂമിലേക്ക്. യമുന ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കാണാത്ത രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പോലും ഇവരുടെ നിപ്പ് അങ്ങനെ എന്താ പരിസരം മറന്നുള്ളൊരു നിപ്പ് പോലെ യമുനക്ക് തോന്നിയതുകൊണ്ട് യമുന ജാസ്മിൻ്റെ പുറകിലിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇത് എന്താണ് കൊച്ചെന്നും ചോദിച്ചുകൊണ്ട്. ആരാണ് അടിച്ചതെന്ന് പോലും ജാസ്മിൻ തിരിഞ്ഞു നോക്കുന്നില്ല. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓ യമുന ചേച്ചിയോ എന്നുള്ള രീതിയിൽ പോകാൻ പറ, ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണ്, എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ എന്നുള്ള രീതിയിൽ ജാസ്മിൻ നടന്നു പോകുന്നു. ഗബ്രി ആണെങ്കിൽ യമുനോട് എന്തോ പറഞ്ഞിട്ട് ഗബ്രി നടന്നു പോകുന്നുണ്ട്. യമുന തന്നെ വന്ന സമയത്ത് ജാസ്മിനോട് പറഞ്ഞതാണ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, പുറത്തൊരു ജീവിതം ഉള്ളതാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അതൊക്കെ മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി എന്ന് വേണം പറയാൻ.